آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പുതിയ ഒരു സൂറത്ത് ആരംഭിക്കുകയാണ്. കുറച്ച് വലിയ സൂറത്താണ്. സൂറ യൂസുഫ്. നമ്മളൊക്കെ പലതവണ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരു സൂറത്താണ് സൂറ യൂസുഫ്. കുട്ടികൾക്ക് വലിയ കേൾക്കാൻ താല്പര്യമുള്ള ഒരു സൂറത്താണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വളരെ വിശദമായി വിശദീകരിക്കുന്ന ഒരു സൂറത്താണ്. അത് പലപ്പോഴും നമുക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. ഖുർആനിലെ മിക്കവാറും എല്ലാ സൂറത്തുകളും ആയത്തുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ഓരോ പ്രാവശ്യം നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. ഓരോ സമയത്ത് നമ്മൾ വായിക്കുമ്പോഴും പുതിയ പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഖുർആനിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഒന്നുകൂടെ അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. സൂറ യൂസുഫിലെ ആദ്യത്തെ ചില വചനങ്ങൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ഞാൻ ആദ്യം ഒരു 4-5 ആയത്തുകൾ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയാണ്. എല്ലാവരും മുസാഫ് കയ്യിലുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. إنا أنزلناه قرآنا عربيا لعلكم تعقلون. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. പ്രിയമുള്ളവരെ, അപ്പോൾ സൂറ യൂസുഫ് നമ്മൾ ആരംഭിക്കുകയാണ്. വളരെ ഗുണപാഠങ്ങളുള്ള, ജീവിതത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒട്ടനവധി ഗഹനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറയാണ് സൂറ യൂസുഫ്. സൂറ യൂസുഫ് ആരംഭിക്കുന്നത് നമ്മളൊക്കെ 3 അക്ഷരങ്ങൾ കൊണ്ടാണ്. അലിഫ് ലാം റ. അലിഫ് ലാം റ 3 അക്ഷരങ്ങൾ കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ടല്ലോ അല്ലെ, സൂറത്തുകളുണ്ട്. ഇത്തരത്തിൽ ചില അക്ഷരങ്ങൾ കൊണ്ട് ഒരുപാട് സൂറത്തുകളുണ്ട്. അത് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയോ? കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന നൂൻ, ഖാഫ്,
അലിഫ് ലാം മീം, അലിഫ് ലാം മീം സ്വാദ്, ത്വാഹ ഹാമീം, ത്വാസീം മീം സ്വാദ്. ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അത് എത്രയാണെന്ന് ഒന്ന് സൂചിപ്പിക്കാമോ അറിയുന്നവര്? 29 സ്ഥലത്ത്. ഹസൻ, 29ഓളം സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, ഇതിന് ഹുറൂഫ് മുഖത്തഅ എന്നാണ് പറയാ. മുഖത്തഅ, ഹുറൂഫ് മുഖത്തഅ, യാസീൻ, സ്വാദ്, ഹാമീം, ഐൻ, സീൻ, ഖാഫ്, ഖാഫ്, നൂൻ, ഇങ്ങനെയുള്ള 29ഓളം. ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ കേവല അക്ഷരങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇത് പലതിനെയും സൂചിപ്പിക്കുന്നതായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അഹ്റുഫുൻ നൂറാനിയ എന്നാണ്. അഹ്റുഫ് അൻ നൂറാനിയ. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണം അത് സിറുള്ളയാണ് എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ചില രഹസ്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചാൽ. അതാണ് സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചിലത് മുത്തശാബിഹാണ്, ഉഖറു മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞില്ലേ ആൽ ഇംറാന്റെ ആദ്യ ഭാഗത്ത്. അപ്പോൾ മുത്തശാബിഹാത്തായ, നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, വിവരമുള്ള, വിജ്ഞാനമുള്ള, അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ചില വിവരങ്ങൾ, ചില അറിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോ അത് അള്ളാഹുവിന്റെ ചില രഹസ്യങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഫറദല്ലാഹു ബിഇൽമിഹി, അതിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ അറിവ് അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ് ചില ആളുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വേറൊന്ന്, പിന്നെ ഈ ഹുറൂഫ് മുഖത്തഅത്ത് അത് ഇസ്മുല്ലാഹിൽ അഅ്ളം, അദീമായ അള്ളാഹുവിന്റെ പേരുകളാണ് എന്നാണ്. ഇല്ല ഇന്നനാ ലാ നഅരിഫു തഅലീഫഹു മിന്ന. പക്ഷേ ഇതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇമാം സുയൂത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അന്നഹാ ഹുറൂഫുൻ മുഖത്തഅത്തുൻ കുല്ലു ഹർഫിൻ മിൻഹാ മഅഖൂദുൻ മിൻ ഇസ്മിൻ മിൻ അസ്മാഇല്ലാഹ്. ഈ ഓരോ അക്ഷരങ്ങളും ഉണ്ടല്ലോ, അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അലിഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട്. അലിഫ് ലാം മീം സ്വാദ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ 3 അക്ഷരവുമുണ്ട്, അതിൻ്റെ കൂടെ സ്വാദുമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അള്ളാഹുവിന്റെ പേരുകളാണ് എന്നാണ്. അപ്പൊ അലിഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം അനല്ലാഹു അഅ്ലം എന്നാണ്. ഞാനാണ് അള്ളാഹു, അഅ്ലം, ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാകുന്നു എന്നാണ് ആ അലിഫിന്റെ അർത്ഥം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് അലിഫ് ലാം മീം സ്വാദ്. അപ്പൊ അലിഫ് എന്ന് പറയുന്നത് അള്ളാഹു എന്നാണ്. ലാമിന് വേറെ അർത്ഥമുണ്ട്, മീമിന് വേറെ അർത്ഥമുണ്ട് കേട്ടോ. പിന്നെ അലിഫ് ലാം മീം സ്വാദ് എന്ന് പറയുമ്പോൾ അവിടെ അനല്ലാഹു അഫ്സൽ, അനല്ലാഹു അഫ്സൽ എന്നാണ്. അലിഫ് ലാം റാ എന്ന് പറയുമ്പോൾ അനല്ലാഹു അറാ, ഞാനാണ് അള്ളാഹു, ഏറ്റവും കൂടുതൽ കാണുന്നവനാകുന്നു ഞാൻ എന്ന അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മീമിനെ സംബന്ധിച്ച് അത് അർ-റഹ്മാൻ എന്നാണ്, അള്ളാഹിന്റെ നാമത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും പല വിശദീകരണങ്ങളും. അള്ളാഹിന്റെ പേര് എന്ന് പറയുമ്പോൾ അതിൽ സ്വാദിനെ, അലിഫ് ലാം മീം സ്വാദ് എന്ന് പറയുമ്പോൾ അതിലെ സ്വാദ് സ്വമദിനെ സൂചിപ്പിക്കുന്ന, അള്ളാഹു സമദാണല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ കാഫ് സൂറത്തുണ്ട്, അത് കാഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ കാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു നാമമാണ് ഖാദിർ എന്നത്. അപ്പൊ ഖാദിറിനെ സൂചിപ്പിക്കുന്നതാണ് കാഫ്.
നൂൻ വൽ ഖലമി വമാ യസ്തൂൻ എന്നതിലെ നൂന് സൂചിപ്പിക്കുന്നത് അള്ളാന്റെ ഒരു പേരാണ് നാസിർ, സഹായിക്കുന്നവനെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ കൽപ്പിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ ഭാഗങ്ങളെ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അള്ളാഹു ആലം. പിന്നെ ഇത് മാത്രമല്ല, ചില പണ്ഡിതന്മാർ ഈ ഹുറൂഫ് മുഖത്തഅത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ് ഇതൊരു വെല്ലുവിളിയാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഒരു സൂറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ആയത്ത് കൊണ്ടുവരിക, അല്ലെ, അല്ലെങ്കിൽ ഒരു 10 ബിഅശ്രി സൂവരി മിസ്ലി, അല്ലെ, 10 ഇതുപോലെയുള്ള ഖുർആനിൽ വന്നിട്ടുള്ള ഒരു 10 സൂറത്തിന് സമാനമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള ആയത്തുകൾ ഇതൊരു ആയത്തായിട്ടാണ് പരിഗണിക്കുന്നത്. ഖാഫ് എന്നുള്ളത് ഒരു ആയത്താണ്, അലിഫ് ലാം മീം എന്നുള്ള ഒരു ആയത്താണ്. ഇങ്ങനെ നിസ്സാരമായ കേവലം 2-3 അക്ഷരങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങൾ കൊണ്ട് വലിയ അർത്ഥങ്ങൾ ലഭിക്കുന്ന, ആശയങ്ങൾ ലഭിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. സമാനമായത് നിങ്ങൾ കൊണ്ടുവരിക എന്ന ഒരു വെല്ലുവിളി കൂടിയാണ് ഈ ഹുറൂഫ് മുഖത്തഅത്ത് എന്നാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സുപരിചിതമായ അക്ഷരങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കാണാം. അപ്പൊ സമാനമായ രൂപത്തിൽ നിങ്ങൾ കൊണ്ടുവരാം എന്നാണ്. ഇമാം ഇബ്നു ബാസ് ഈ ഹുറൂഫ് മുഖത്തഅത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലാ യഅലമു മഅനാഹാ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ അതിന്റെ ആശയം അറിയില്ല എന്നാണ്. വലാ യജൂസു അൻ യുസ്ബിത ഫീ മഅനാഹാ ഇല്ലാ ബിദലീലിൻ വാളിഹ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ചില സംഗതികൾ, അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തെളിവ് വരാതെ അതിന്റെ ആശയം ഇന്നതാണ്, ഇതാണ്, അതുകൊണ്ട് അലിഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നതാണ്, ലാമ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നതാണ്, ഖാഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നതാണെന്ന് വ്യക്തമായ തെളിവുകളില്ലാതെ സ്ഥിരപ്പെടുത്തുന്നത് അനുവദനീയമല്ല. വലകിന്നഹാ മിൻ ആയാത്തില്ലാഹി സുബ്ഹാനഹു. പക്ഷേ മാത്രമല്ല, ഇതൊക്കെ അള്ളാന്റെ ആയത്താണ്. അദ്ദാലത്തു അലാ അന്നൽ ഖുർആനൽ അദീം അൽ മുഅ്ജിസ്, ഖുർആൻ അമാനുഷികമാണ് എന്നതിന്റെ ആയത്തുകളാണ്. മനുഷ്യനൊരിക്കലും ചെയ്യാൻ കഴിയാത്ത, എഴുതാൻ കഴിയാത്ത, നിർമ്മിക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്, അമാനുഷികമായ ഒരു ദൃഷ്ടാന്തമാണ് ഖുർആൻ. ഇതാണ് ഇബ്നു ബാസ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. അൽ അദീം അല്ലദീ ഹുവ കിതാബുല്ലാഹ് മുറക്കബു മിൻ ഹാദിഹിൽ ഹുറൂഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് അതൽ കലാമുൽ അദീം ലിഹാദിഹിൽ ഹുറൂഫ് ഫീഹി ദലാലത്തു അലാ കുല്ലി ഖൈരിൻ വദ്ദഅവതി ഇലാ കുല്ലി ഖൈർ. അത് എല്ലാ നന്മയിലേക്കുള്ള ക്ഷണമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആ ചർച്ച അവിടെ അവസാനിപ്പിക്കും. വിശുദ്ധ ഖുർആൻ ഇത്തരത്തിൽ ഖുർആനിന്റെ ഏറ്റവും ഒരു വെല്ലുവിളി കൂടിയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ല്ലാതെ അത്തരത്തിൽ അർത്ഥം കൽപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ അർത്ഥം കൽപ്പിച്ചു പോകേണ്ടതില്ല. പണ്ഡിതന്മാർ, വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂറ ആല ഇംറാനിൽ പറഞ്ഞതുപോലെ മുത്തശാബിഹത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ അവർ ചിലപ്പോ അവർക്ക് മനസ്സിലായ ചില അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹു അഅലം എന്ന് പറഞ്ഞു വിടുന്നതാണ് നല്ലത് എന്നാണ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മൾ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അലിഫ് ലാം മീം എന്ന കേവലാക്ഷരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. തിൽക അവ, തിൽക എന്ന് പറഞ്ഞാൽ അത്, അവ. ആയാത്താണ്, ആയാത്തുൽ കിതാബിൽ മുബീൻ, വ്യക്തമായ സ്പഷ്ടമായ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ്, വചനങ്ങളാകുന്നു ഇത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. തീർച്ചയായും ഇന്നാ അൻസൽനാഹു,
നാം ആ കിതാബിനെ, വ്യക്തമായ വേദഗ്രന്ഥം എന്ന് പറഞ്ഞല്ലോ, സ്പഷ്ടമായ ഗ്രന്ഥം എന്ന് പറഞ്ഞു, ആ ഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു ഇത്. ആ ഗ്രന്ഥം ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം അതിനെ ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ, അറബിയായിട്ട്, അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ്. അപ്പൊ അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായി, ഒരു ഗ്രന്ഥമായിട്ട് നാം അതിനെ ഇറക്കിയിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ അറബി ഭാഷയിൽ ഇറക്കിയത്? ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി, ഗ്രഹിക്കുന്നതിനു വേണ്ടി. നിങ്ങൾക്ക് പരിചയമുള്ള ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഭാഷ എന്ന നിലക്ക്, ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സുപരിചിതമായ ഒരു ഭാഷ എന്ന നിലക്ക് അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. അതുകൊണ്ട് വചനങ്ങളാകുന്നു ഈ പറയുന്നത് എന്നാണ്. ഈ സൂറത്തിന്റെ പേര് സൂറ യൂസുഫ് എന്നാണ്. ഇങ്ങനെ പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ സൂറത്തുകൾക്ക് നാമകരണം ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഹൂദ്, സൂറത്ത് ഇബ്രാഹിം, അങ്ങനെ നമുക്ക് പരിചയമുള്ള. അപ്പോ ഇവിടെ സൂറത്ത് യൂസുഫ് പ്രധാനമായും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് വിശദീകരിക്കുന്നത്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പരിഹാസങ്ങൾ പ്രവാചകന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് മുഹമ്മദ് അവനെന്തോ സിഹിർ ബാധിച്ചോ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ അവന് പിച്ചിമ്പയും പറയാണ് അല്ലെ. അതിൽ ആളുകൾ ഇങ്ങനെ എഴുതാൻ അറിയുന്ന കുറെ ആളുകളെ കൊണ്ട് എഴുതിപ്പിക്കാം, ഇതാണ് ചെയ്യുന്നത്. അതിലൊന്നുമില്ല, ഒരു പ്രമാണവുമില്ല, ഇപ്പൊ പറയുന്നതൊക്കെ അബദ്ധങ്ങളാണ്, വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ കളിയാക്കാനും പ്രയാസപ്പെടുത്താനും തുടങ്ങി. അപ്പോഴാണ് ഇതുപോലെയുള്ള ചില ചരിത്രങ്ങൾ അള്ളാഹു പ്രവാചകന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ മുൻ വേദഗ്രന്ഥങ്ങളിൽ അവർക്ക് കേട്ട് പരിചയമുണ്ട്. ചരിത്രമായി തന്നെ അവശേഷിക്കുമല്ലോ. അപ്പൊ അത് മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്, ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത്തരം ചരിത്രങ്ങൾ പഠിക്കുകയോ പഠിക്കാനുള്ള സൗകര്യങ്ങളോ കിട്ടിയിട്ടില്ല എന്നുള്ളത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാം, മക്കയിലെ ആളുകൾക്കറിയാം. അങ്ങനെ എഴുത്തും വായനയൊന്നും നബി പഠിച്ചിട്ടില്ല. അവരുടെ ഇടയിൽ വളർന്ന ഒരു പ്രവാചകനാണല്ലോ. അപ്പൊ ആ നിലക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞങ്ങൾക്കും ചില ചരിത്രങ്ങൾ, ചില കഥകൾ പ്രവാചകരെ വിശദീകരിച്ച് തരണം എന്ന് സഹാബികൾ വന്നുകൊണ്ട് ആവശ്യപ്പെട്ട സമയത്താണ് ഈ വചനം ഇറങ്ങിയത് എന്ന് ഇതിന്റെ സബബ് നുസൂലായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും പിന്നെ അങ്ങനെ ഒരു സ്പഷ്ടമായ മുമ്പുണ്ടായിരുന്ന ഒരു ചരിത്രം, മുൻ വേദഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ട ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളുണ്ട്. അതൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ സമ്പൂർണമായ അതിന്റെ ഒരു ചരിത്രം വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറ യൂസുഫ് അവതരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഖുർആനിൽ 10-27ഓളം സ്ഥലത്ത് യൂസുഫ് അലൈഹി സ്വലാമിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. 27ഓളം സ്ഥലത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ പിന്നെ ആ ചരിത്രങ്ങളൊക്കെ സമ്പൂർണമല്ല. എന്നാൽ യൂസുഫ് സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുകയാണ്. ഇവിടെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇങ്ങനെ പരിഹാസവുമായി വന്ന ചില ആളുകൾക്കുള്ള ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. ഞാൻ പറയാൻ പോകുന്ന വചനങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവതരിക്കപ്പെട്ട വചനങ്ങൾ വ്യക്തമായ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ്. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ടതില്ല. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ, മാത്രവുമല്ല ഈ വചനങ്ങളൊക്കെ അറബി ഭാഷയിലാണ്, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവതരിച്ചിട്ടുള്ളത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ കേട്ടോളി നിങ്ങൾ. നഹ്നു നഖുസ്സു അലൈക, പ്രവാചകരെ നാം നിനക്ക്, നഖുസ്സു ഖസ്വ യഖുസ്സു എന്ന് പറഞ്ഞ കഥ പറയുകയാണ്, നാം നിനക്ക് നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല ഒരു വിവരണം,
ഏറ്റവും നല്ല ഒരു കഥ നാം താങ്കൾക്ക് വിശദീകരിച്ചു തരികയാണ്, വിവരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആന. എന്തുകൊണ്ടാണ് അങ്ങനെ കഥ പറയുന്നത്? ബിമാ ഔഹൈന, നാം നിനക്ക് വഹി നൽകിയിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്. ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ. അപ്പൊ നിനക്ക് ഈ ഖുർആനിനെ നാം ബോധനം നൽകിയത് വഴി ഏറ്റവും നല്ല ഒരു വിവരണം, ഒരു ചരിത്ര വിവരണം, ഒരു കഥ നാം നൽകിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് നൽകുകയാണ്. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ കഥ അദ്ദേഹത്തിന് മുമ്പ് പരിചയമേ ഇല്ല. പരിചയമില്ലാത്ത ഒരു കഥ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ അടുക്കൽ, അല്ലെങ്കിൽ ഇത് ദൈവികമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിലേക്ക് അള്ളാഹു ചില വിശദീകരണങ്ങൾ നൽകുകയാണ് ഈ ആയത്തിലൂടെ. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. തീർച്ചയായും ഈ കഥ ഇതിനെ സംബന്ധിച്ച് ആമുഖമായി അള്ളാഹു കൃത്യമാണ്, അള്ളാഹുവിന്റെ അവതരണമായി ഇത് സത്യമാണ്, പൂർണ്ണമായും വിശ്വസിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അറബി ഭാഷയിൽ അവതരിപ്പിക്കുന്നു. മാത്രമല്ല ഈ കഥയിൽ, പറയാൻ പോകുന്ന കഥയിൽ, അതില് അള്ളാഹുവിന്റെ കലാമല്ലാത്ത, അള്ളാന്റെതല്ലാത്ത, മുഹമ്മദ് നബിയുടെ ഒരു തരത്തിലുള്ള കൂട്ടിക്കലർത്തലുകളുമില്ല. നിങ്ങൾക്ക് ഉറച്ച് 100% വിശ്വസിക്കാം എന്നുള്ള പറയാണ്. കാരണം വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ, ഇതിനു മുമ്പ് ഇങ്ങനൊരു കഥ മുഹമ്മദ് നബി കേട്ടിട്ടില്ല, അറിയില്ല. അപ്പൊ അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ കഥ ആരംഭിക്കുകയാണ്. ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഇത് ഖാല യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്നാണ്. ഖാല യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലി അബീഹി, തന്റെ പിതാവിനോട്, യാ അബത്തി, പൊന്നുപ്പ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, തീർച്ചയായും ഞാൻ കാണുകയാണ്, അല്ലെങ്കിൽ കണ്ടു, അഹദ അശറ കൗകബൻ, 11 നക്ഷത്രങ്ങളെ, വശംസ, സൂര്യനെയും കണ്ടു, വൽ ഖമറ, ചന്ദ്രനെയും കണ്ടു, റഅയ്തുഹും ലി സാജിദീൻ, റഅയ്തു, ഞാൻ കാണുന്നു, ഹും, അവയെ. ഏതൊക്കെയാണത്? 11 ഉണ്ട്, ചന്ദ്രനുണ്ട്. സുജൂദ് ചെയ്യും, സ്വപ്നം. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റീവായി വിശുദ്ധ ഖുർആൻ നടത്തുന്നത് അല്ലെ. ആദ്യം നമ്മുടെ ഒരു സംഭവം പറയുമ്പോൾ ഒരു നാട്ടിൽ ഇന്ന ഒരാളുണ്ടായിരുന്നു, അയാള് പിന്നെ മകന്, അയാൾക്ക് മകന്മാരുണ്ടായിരുന്നു, അങ്ങനെ പഠിക്കും, വളർന്നത് ഇവിടെ, ഇങ്ങനെ ഞാൻ നമ്മൾ എണ്ണം കൊടുക്കാറുള്ളത്. എവിടെ ഒരു നമ്മളെ വോയിസ് കട്ടാകുന്നുണ്ട്. സ്വീകരിക്കും. ക്ലിയർ കുറവുണ്ടോ? ക്ലിയർ കുറവുണ്ട്, വോയിസ് കട്ടാകുന്നുണ്ട്. തന്നെ എന്താ റേഞ്ച് നോക്കിയാളെ. റേഞ്ച് കുറവുണ്ടോ? റേഞ്ച് കുറച്ച് കുറവ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? എങ്ങനെ മുറിഞ്ഞാ കേൾക്കുന്നില്ലേ? നിങ്ങളെ സ്ഥലം മാറിയിരിക്കുക, അല്ലെങ്കിൽ വീഡിയോ ഓഫാക്കുകയോ ചെയ്താൽ.
സംഭവം ആരംഭിക്കുന്നത് ഇദ ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ. ആ സ്വപ്നം പറഞ്ഞുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അതിന്റെ തുടക്കം, അദ്ദേഹത്തിന്റെ ജനനം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, സഹോദരന്മാർ, അതുപോലെ തന്നെ അദ്ദേഹം വളർന്നത്, വലുതായത്, ഇതൊന്നും വിശദീകരിക്കാതെ നമ്മളൊരു ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ ജീവിത ചരിത്രം അങ്ങനെയാണ് വിശദീകരിക്കാറുള്ളത്. പക്ഷേ അള്ളാഹു കേൾവിക്കാരന് പെട്ടെന്ന് ഇതിലേക്കൊരു ആകർഷണീയത, ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം കണ്ട ഒരു സ്വപ്നം ആദ്യം പറയാണ്, അല്ലേ? അപ്പോൾ ഒരു താല്പര്യം വീണ്ടും വീണ്ടും കേൾക്കാൻ, ഇനി എന്താണ് അതിൻ്റെ പിന്നിൽ, എന്താണ് അതിന് മുമ്പ്, എന്താണ് ശേഷം, എന്താണ്, ഇതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കും. അപ്പോൾ അതാണ് പിന്നെ ആ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നബി അലൈഹി ഇസ്ലാം തന്റെ പിതാവിനോട് പറയുകയാണ്, യാ അബത്തി, അല്ലയോ പൊന്നുപ്പ, ഞാനിതാ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണത്? കണ്ടിട്ടുണ്ട് 11 നക്ഷത്രങ്ങളെയും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്. ഇത് യൂസുഫ് അലൈഹി ഇസ്ലാം പിതാവിനെ അറിയിച്ചപ്പോൾ ദീർഘവീക്ഷണമുള്ള വിവരമുള്ള പ്രവാചകൻ കൂടിയായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അതിന് മറുപടി കൊടുക്കുന്നത് നമുക്കറിയാം. ഇപ്പം ആരോടും പറയേണ്ട എന്നാണ്, അല്ലേ? ആരോടും പറയേണ്ടതില്ല എന്നാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മകനോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ചില സാമ്യതകൾ മൂസ നബി അലൈഹി ഇസ്ലാമുമായിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ യൂസുഫ് നബിയും തമ്മിൽ ചെറിയ ബന്ധങ്ങളുണ്ട് ചരിത്രപരമായി. അത് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അതൊന്നും ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മളൊരു വൺ വേ ആവണ്ടല്ലോ, നിങ്ങളും കൂടെ ഇതിലെ ചർച്ചയിലൊന്ന് പങ്കെടുക്കും. നിങ്ങളുടെ അറിവുകൾ കൂടെ പങ്കുവെക്കുമ്പോൾ കുറച്ചും കൂടെ ഈ ക്ലാസ് ഫലവത്താവും. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ഇതിന് ഒരു ബന്ധമുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഒന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? നമ്മൾ അതിലേക്ക് കടന്നിട്ടില്ല, യൂസുഫ് നബിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കയറുന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ധാരണ ഉണ്ടാവണം, കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും. എങ്ങനെ പറഞ്ഞോ? യൂസുഫ് നബിന്റെ പരമ്പരയിൽ പെട്ടതാണ് മൂസാ നബി. പിന്നെ വേറെ ചരിത്രപരമായി ഉള്ള സാമ്യതകളാണ് ചോദിക്കുന്നത്. യൂസുഫ് നബിയുടെ ചരിത്രം വായിക്കുമ്പോഴും മൂസാ നബിയുടെ ചരിത്രം വായിക്കുമ്പോഴും നമുക്ക് ചില സാമ്യതകൾ കാണാൻ കഴിയുന്നു. അതെന്താണ് എന്നതാണ് ചോദ്യം. മൂസാ നബി വേറൊരു കൊട്ടാരത്തിലാണ് വളർന്നത്, അതേപോലെ യൂസുഫ് നബിയും വേറൊരു കൊട്ടാരത്തിലാണ് വളർന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മബ്രൂക്ക്. ഓക്കെ, അതൊരു പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ മൂസാ നബി വളരുന്നത് സ്വന്തം വീട്ടിലല്ല, കൊട്ടാരത്തിലാണ്, ചെറുപ്പത്തിൽ തന്നെ. യൂസുഫ് അലൈഹി ഇസ്ലാമിനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. തൻ്റെ വീട്ടിൽ കുറച്ചു കാലം കഴിഞ്ഞു, പിന്നീട് കൊട്ടാരത്തിലാണ് വളർന്ന് വലുതാകുന്നത്. അതാണ് ഒരു സാമ്യത. മറ്റൊന്ന് പറഞ്ഞോളൂ, അടുത്തത് പറഞ്ഞോളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, പെട്ടെന്ന് കിട്ടും, വളരെ ഈസിയാണ്. മാതാപിതാക്കളെ തിരിച്ചു കിട്ടുന്നതാണോ?
മാതാപിതാക്കളെ തിരിച്ചു കിട്ടുന്നതാണോ? ഹലോ, പറഞ്ഞോളൂ. മാതാപിതാക്കളെ രണ്ടാളും മാതാപിതാക്കൾ ഇല്ലാതെയാണ് വളർന്നത്. രണ്ടുപേരും മാതാപിതാക്കൾ ഇല്ലാതെയാണ് വളർന്നത്. പിന്നെ തിരിച്ചു കിട്ടുകയാണ് മാതാപിതാക്കളെ. രണ്ടുപേർക്കും പിന്നെ മാതാപിതാക്കളെ തിരിച്ചു കിട്ടുന്നുണ്ട്. മാതാവിലെ അല്ലെ, മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ശരി, മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ പിന്നെ സ്വന്തം നാട്ടിലേക്ക് തന്നെ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ രാജ്യം വിട്ടു പോണതാണോ? രാജ്യം വിട്ട്, അതൊക്കെ അതിൽ പെട്ടല്ലോ. രാജ്യം വിട്ടു പോയതും ഒക്കെ അതിൽ വന്നു. പിന്നെ ഞാൻ പറയാം, മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഏകദേശം പല സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മൂസാ നബിയുടെ ചരിത്രമാണ്. അത് തുടക്കം മുതൽ തന്നെ, പ്രസവിച്ച അത് മുതൽ അങ്ങോട്ട് വിശദമായി ഉള്ള ചരിത്രം, അല്ലെ, പൂർണ്ണമായ ഒരു ചരിത്രം തന്നെ നമുക്ക് മൂസാ നബിയുടേത് കാണാൻ കഴിയും. വളർച്ചയും പ്രബോധന കാലഘട്ടവും എല്ലാം നമുക്ക് അതിൽ കാണാം. അതുപോലെ തന്നെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെയും സംഭവം. ചെറുപ്പം മുതൽ തുടങ്ങി പ്രബോധന കാലഘട്ടവും എല്ലാം വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ. അത് രണ്ടും ഒരു സാമ്യതയാണ്. പിന്നെ മറ്റൊരു കാര്യം, മൂസ നബി അലൈഹി ഇസ്ലാമിന് ഉമ്മയാണ് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടത്. എന്നാൽ യൂസുഫ് നബിയുടെ ചരിത്രത്തിലോ ആരെയാ നഷ്ടപ്പെട്ടത്? ഉപ്പ നഷ്ടപ്പെട്ടു, അല്ലേ? അപ്പോ ഈ രണ്ട് കുട്ടികൾക്കും, കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ രണ്ട് പ്രവാചകന്മാർക്കും ഒരാൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു. ഉമ്മയുടെ കൂടെ താമസിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. മുലപ്പാൽ കൊടുത്തു എന്നുള്ളത് വേറെ വിഷയം, പക്ഷെ താമസമൊക്കെ വേറെ വീട്ടിൽ. അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു സാമ്യത. അപ്പൊ ഇങ്ങനെ ഒരു സാമ്യത അവിടെ നിലനിൽക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. മൂസാ നബിയും യൂസുഫ് അലൈഹി ഇസ്ലാമും തമ്മിൽ ഒരു വ്യത്യാസം, പ്രധാനമായ ഒരു വ്യത്യാസം. അതെന്താണ്? അത് നമ്മുടെ ഈ യൂസുഫ് സൂറത്തിലെ വിശ്വാസികൾക്കുള്ള അല്ലെങ്കിൽ സമൂഹത്തിനുള്ള വലിയ ഒരു പാഠമാണത്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് അതിലെ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ, പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഒരുപാട് അസൂയാലുക്കൾ ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ തന്നെ അസൂയ വെക്കുന്നവരായി. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അങ്ങനെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു അസൂയാലുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹസദുമായി ബന്ധപ്പെട്ട ഒരു വലിയ പാഠം ഈ സൂറത്തിലുണ്ട്. ഏതായിരുന്നാലും ഞാൻ മൂസാ നബിയും നമ്മൾ യൂസുഫ് നബിയും തമ്മിലുള്ള സാദൃശ്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ഇനി വേറെ ഒരു സംഗതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമും തമ്മിൽ വലിയ സാമ്യതകളുണ്ട്. മുഹമ്മദ് നബിയും യൂസുഫ് അലൈഹി ഇസ്ലാം, അതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കിട്ടിയോ? മുഹമ്മദ് നബിയും യൂസുഫ് നബിയും. ഞാൻ പറയാം, ഞാൻ അവസാനം പറഞ്ഞെടുത്ത് തുടങ്ങാം. അതായത് അസൂയ, ഹസദ്, ഇത് രണ്ട് കൂട്ടരുടെയും, മുഹമ്മദ് നബിയുടെയും യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെയും ചരിത്രത്തിൽ നമുക്ക് കാണാം. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാർ സ്വന്തം വീട്ടിൽ നിന്നാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് അസൂയ വെച്ചതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീട്ടിൽ നിന്നല്ല, കുടുംബത്തിൽ നിന്ന്, നാട്ടുകാരുടെ അസൂയ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? അസൂയ കൊണ്ടാണ് പലപ്പോഴും, മുഹമ്മദ് നബിയോടുള്ള അസൂയ കൊണ്ടാണ് പലപ്പോഴും ആളുകൾ വിശ്വസിക്കാതിരുന്നത്. അവൻ പ്രവാചകനായത് ശരിയായില്ല, അത് ഞങ്ങളാരെങ്കിലൊക്കെ ആവേണ്ടിയിരുന്നു
എന്ന മുഹമ്മദ് നബിയോടുള്ള അസൂയ. അപ്പൊ രണ്ടു കൂട്ടരോടും രണ്ട് പ്രവാചകന്മാരോടും സമൂഹവും കുടുംബവും അസൂയ വെച്ചിരുന്നു എന്ന ഒരു സാമ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒരു സാമ്യതയുള്ളത് അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം കൂടപ്പിറപ്പുകൾ ഉഖ്തുലു യൂസുഫ എന്ന് പറഞ്ഞിട്ട് യൂസുഫിനോട് കൊന്നാളി എന്ന് പറഞ്ഞു. അബിത്രഹൂഹു അല്ലേ യഹ്ലുലക്കും വജുഹു അബീക്കും എന്നാണ് പറഞ്ഞത്. ഒരു ഗൂഢാലോചന നടത്തിയപ്പോൾ യൂസുഫിനോട് ഇല്ലാതാക്കിക്കളി എന്ന് സ്വന്തം സഹോദരന്മാരാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇങ്ങനെ ഉന്മൂലനം ചെയ്യാൻ, ഇല്ലാതാക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അല്ലേ? യഖ്തുലു മുഹമ്മദിനെ കൊല്ലുക അല്ലെങ്കിൽ പുറത്താക്കുക അല്ലേ? യഖ്തുലൂക് ഔ യുഖ്രിജൂൻ അല്ലേ? ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുക. അപ്പോൾ ഇത് രണ്ടും നടന്നിട്ടുണ്ട്. ഒന്ന് വീട്ടിനുള്ളിൽ നിന്നാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരൊരുമിച്ച് കൂടി കൊല്ലാനും പുറത്താക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്യതയുണ്ട്. മൂന്നാമതൊന്നുകൂടെ ഉണ്ട്, ഒരു സാമ്യത കൂടെ. അതാർക്കെങ്കിലും പറയാൻ കഴിയുമോ? അത് ചരിത്രത്തിന്റെ അവസാനമാണ്. രണ്ട് പ്രവാചകന്മാരുടെയും ചരിത്രത്തിന്റെ അവസാനത്തിലേക്ക് പോയി. ഒന്ന് പോയി നോക്ക്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അതിന്റെ അവസാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ അവസാനം. എന്താ കാണുന്നത്? എല്ലാവരും അംഗീകരിക്കുന്നു, എങ്ങനെ തിരിച്ചു വരുന്നു. എതിർത്തവരുടെയൊക്കെ അംഗീകാരം, എതിർത്തവരൊക്കെ അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് അവസാന ഘട്ടത്തില്. മക്കം ഫത്തുവോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയാം. മക്ക ഫതഹ് വിജയിച്ചടക്കുന്നു അല്ലേ? തന്നെ എല്ലാ നിലക്കും ദ്രോഹിച്ച ആളുകൾ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? താണ് കേണ് നിൽക്കുന്ന മുഹമ്മദ് എന്തും ചെയ്യും എന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അന്തുമുത്തുലഖാ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, ഒരു പ്രതികാര നടപടിയുമില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനമായി മക്കയിൽ ജീവിക്കാം എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം. ഇതേ അവസ്ഥ തന്നെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അവസാനത്തിലും. തന്നെ എല്ലാ നിലക്കും, തന്നെയും തൻ്റെ പിതാവിനെയും എല്ലാ നിലക്കും ദ്രോഹിച്ച, കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാർ തൻ്റെ മുമ്പിലെത്തിയപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും സ്വീകരിക്കുന്നില്ല യൂസുഫ് അലൈഹി ഇസ്ലാം. അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യൂസുഫ് അലൈഹി ഇസ്ലാമും തമ്മിലുള്ള മൂന്നാമത്തെ സാമ്യത. ഒന്ന് അസൂയ വെച്ചു രണ്ട് കൂട്ടരോടും. ഒന്ന് കുടുംബത്തിൽ നിന്നാണ്, മറ്റൊന്ന് സമൂഹത്തിൽ നിന്നാണ്. രണ്ടാമത്തത് രണ്ടുപേരെയും കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പുറത്താക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തത് രണ്ട് കൂട്ടരും, ഈ രണ്ട് പ്രവാചകന്മാരും അവരുടെ ശത്രുവിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, മാപ്പ് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഈ രണ്ട് പ്രവാചകന്മാരും അക്രമുന്നാസ്, മാന്യന്മാരാണ് അല്ലേ? ജനങ്ങളിൽ ഏറ്റവും മാന്യനായ അല്ലേ? അത്രയും നല്ല ഉന്നത തറവാട്ടിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളരുന്നത്. അതുകൊണ്ട് മാന്യമായതല്ലാതെ മറ്റൊന്നും പ്രവാചകനിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സംഭവം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇബ്നുൽ കരീമാണ്, അദ്ദേഹം കരീമാണ്. കരീം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാന്യനാണ്. ആ മാന്യതയാണ് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ സഹോദരന്മാരുടെ മുമ്പിൽ കാണിച്ചത്. പ്രതികാരം ചെയ്യാമായിരുന്നു, അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലാണ്, എല്ലാം തടഞ്ഞു വെക്കാമായിരുന്നു, അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം കരീമായതുകൊണ്ട് അത് നൽകിയില്ല. ഇബ്നുൽ കരീമാണ് അദ്ദേഹം. അദ്ദേഹം ഒരു മാന്യന്റെ മകനാണ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ്. ആ മാന്യൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇസ്ഹാഖ് നബിയുടെ പുത്രനാണ്. ഇസ്ഹാഖ് നബി ആവട്ടെ ഇബ്രാഹിം നബിയുടെ പുത്രനുമാണ്. അപ്പോൾ മാന്യന്മാരുടെ പരമ്പരയിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാന്യതയാണ് അദ്ദേഹത്തിനുള്ളത്. മൻ അക്രമുന്നാസി നസബൻ എന്ന് ചോദിച്ചപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാം എന്നാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മനോഹരമായ
ഒരു കഥയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ എന്ന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഏറ്റവും നല്ല കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് 4-ാമത്തെ ആയത്തിൽ ആ കഥയുടെ തുടക്കം ഒരു സ്വപ്നമായിട്ടാണ്, ബിദായത്ത് തന്നെ ഒരു സ്വപ്നമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഈ സൂറത്തിന്റെ മധ്യഭാഗത്തേക്ക് നമ്മൾ പോയാൽ, ഒരു വസത്തിലേക്ക് നമ്മൾ പോയാൽ